തൻ്റെ സർഗ സൃഷ്ടികളെ മക്കളെപ്പോലെ പരിപാലിച്ച് റിട്ടയേർഡ് അധ്യാപിക. കണ്ണൂരിലെ ഫ്ളാറ്റിലാണ് ലക്ഷങ്ങൾ വില വരുന്ന ചിത്രശേഖരം അധ്യാപിക ഒരുക്കിയത്. വോട്ട് തേടി ഫ്ളാറ്റിലെത്തിയ താളികാവിലെ LDF സ്ഥാനാർത്ഥി OK വിനീഷ് ആ കലാകുടുംബത്തിന് ഒപ്പം ചേരുകയും ചെയ്തു. കണ്ണൂർ ആറാട്ട് റോഡ് കണ്ണൂർ ഹൈറ്റ്സിലെ ടവർ 1 2D ഫ്ളാറ്റിൽ എത്തിയാൽ ഒരു ആർട്ട് ഗാലറിയിൽ എത്തിയ പ്രതീതിയാകും. വോട്ട് അഭ്യർത്ഥിച്ച് ഫ്ളാറ്റിൽ എത്തിയപ്പോൾ താളിക്കാവ് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി OK വിനീഷിനും ആ പ്രതീതിയായിരുന്നു. മനോഹരമായ ആ പെയിന്റിംഗ് ചർച്ചയ്ക്കിടയിൽ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥനയും മറന്നു. ചിത്രങ്ങളെക്കുറിച്ചും ചിത്രകാരിയെക്കുറിച്ചുമായിരുന്നു ചർച്ച. അതെ, ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് ഇവിടെ എത്തിയതാണ്. അപ്പോൾ എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി ചന്ദ്രചേച്ചിയുടെ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ. അപ്പോൾ ഞാനന്ന് വന്നു, ഞാനിതെല്ലാം നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ ഇല്ല, അങ്ങനെ ഒരു വേറെ ഒരു എക്സിബിഷൻ വലിയ രൂപത്തിൽ നടത്തി, ചെറിയ എക്സിബിഷൻ നടത്തി, ആരും കണ്ടിട്ടില്ല. നിങ്ങൾ മനോജനെ കണ്ടല്ലോ, എത്രയും മനോഹരമായ ചിത്രം. ആ സമയത്താണ് പറഞ്ഞത് എൻ്റെ കൊച്ചുമോൾ ചിത്രം വരക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്. പക്ഷെ അന്ന് നമുക്ക് ജാൻവിയെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സാധിച്ചു. ചിത്രകലാ അധ്യാപിക KM ചന്ദ്രികയുടെ കരവിരുതിലാണ് ഈ മനോഹര ചിത്രങ്ങൾ പിറവികൊണ്ടത്. 32 വർഷം ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു ചന്ദ്രിക. ചെറുപ്പം മുതൽ വരകളോടായിരുന്നു ചന്ദ്രികയുടെ കൂട്ട്. 17-ാം വയസ്സിൽ അമ്മൂമ്മയുടെ ജീവൻ തുടിക്കുന്ന ചിത്രം വരച്ച് ഏവരെയും ഞെട്ടിച്ചു ചന്ദ്രിക. ഇത് ഞാൻ 17 വയസ്സിൽ വരച്ച എൻ്റെ അമ്മേൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇത് പിന്നെ സ്റ്റമ്പിങ് പൗഡറിൽ കടലാസിനെ കൊണ്ടുണ്ടാക്കിയ സ്റ്റിക്ക് തൊട്ട് വരക്കുന്ന വിഷമം പിടിച്ച പണിയായിട്ടുള്ള ഒരു ചിത്രമാണ്. പിന്നെ എനിക്ക് 17 വയസ്സിൽ വരച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് കുടുംബക്കാരെല്ലാം തന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടുത്ത ഒരു എക്സിബിഷന് വെച്ചപ്പോൾ പിന്നെ ശാന്താറാം IG അദ്ദേഹം ഞാനില്ലാത്ത സമയം ചിത്രം കണ്ടിട്ട് ഇത് വരച്ച ആൾ എത്തിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്നെ കാണാൻ വേണ്ടി നിന്നിട്ട് വളരെ അഭിനന്ദനം അറിയിച്ചതിന് അതെനിക്കൊരു അവാർഡ് കിട്ടുന്നതിന് സമമായിട്ട് ഇപ്പോൾ ഞാനത് മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം 3 വർഷം കൊണ്ടാണ് ചന്ദ്രിക ടീച്ചർ വരച്ചത്. ഏറെ ചെലവ് വരുന്ന തഞ്ചാവൂർ ആർട്ടും ഇക്കൂട്ടത്തിലുണ്ട്. ക്ലേയും ആക്രിലിക്കും ഉപയോഗിച്ചുള്ള ചിത്രങ്ങളും സ്റ്റമ്പിംഗ് ആർട്ടും കോഫി പെയിന്റിങ്ങുമെല്ലാം ചന്ദ്രിക ടീച്ചറുടെ പ്രതിഭയുടെ അടയാളങ്ങളാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് ഈ കലാസൃഷ്ടി. പക്ഷേ പണത്തേക്കാൾ തൻ്റെ കലാസൃഷ്ടിയെ സ്വന്തം മക്കളെപ്പോലെയാണ് ടീച്ചർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പണം നൽകാമെന്ന് പറഞ്ഞാലും ആ മക്കളെ വിട്ടുകൊടുക്കാൻ ടീച്ചർ തയ്യാറുമല്ല. മക്കൾ, നിങ്ങൾ ആ വാക്ക് പറഞ്ഞാലും ഞാൻ പലയാളോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു മക്കളെ കൊടുക്കുന്ന പോലത്തെ അനുഭവമാണ് അത്. നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എൻ്റെ മോള് ഒരു ഫോട്ടോ എടുത്ത് ദുബായിൽ കൊണ്ടുപോയിട്ട് അതേപോലെ ഞാനൊന്ന് വരച്ച് വെച്ച് അതില്ലാണ്ടാകുന്ന എനിക്ക് വളരെ വിഷമമാണ്. ചന്ദ്രിക ടീച്ചറുടെ കലാപാരമ്പര്യം പിന്തുടരുകയാണ് കൊച്ചുമക്കളും. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയായ NV ജാൻസി ചിത്രകാരി മാത്രമല്ല, ഗായിക കൂടിയാണ്. വന്നടഞ്ഞു മാഹേന്ദ്ര നീലാഭയ കുമാരനായി പണ്ടു പണിതീർത്ത മന്ദിരം. ചന്ദ്രികയുടെ മകൾ KM ദിവ്യയുടെയും ദിനേശ് കാഞ്ഞങ്ങാടിന്റെയും മകളാണ് ജാൻവി. വിദേശത്തുള്ള മറ്റൊരു മകൾ ധന്യയുടെയും ഷൈജുവിന്റെയും മകൻ ദക്ഷ് ഷൈജുവും ചിത്രകാരനാണ്. ദുബായിൽ 80 വിദ്യാലയങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ 2ാം സ്ഥാനം നേടാനും ദക്ഷിന് കഴിഞ്ഞു.
റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറി KM ദിവാകരന്റെ ഭാര്യയാണ് ചന്ദ്രിക. വിശ്രമജീവിതം കലാപ്രവർത്തനങ്ങളിലൂടെ ആനന്ദകരമാക്കുകയാണ് ഈ ദമ്പതികൾ. താളിക്കാവ് ഡിവിഷനിൽ ചന്ദ്രിക ടീച്ചറെയും കൊച്ചുമക്കളെയും പോലെ നിരവധി കലാകാരന്മാർ ഉണ്ടെന്നും അവരുടെ കലാപ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിൽ ഒരു കേന്ദ്രം താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആരംഭിക്കുമെന്നും LDF സ്ഥാനാർത്ഥി OK വിനീഷിന്റെ വാഗ്ദാനം. ഞാൻ താളിക്കാവിൽ ജയിക്കുകയാണെങ്കിൽ താളിക്കാവ് ഡിവിഷനിൽ ഞങ്ങൾ കോർപ്പറേഷനിലേക്ക് അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും താളിക്കാവിനകത്ത് ഒരു കലാകേന്ദ്രം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് നമ്മുടെ ഒരു വാഗ്ദാനമാണ്. കണ്ണൂർ കോർപ്പറേഷനകത്ത് ഏറ്റവും മികച്ച കലാകേന്ദ്രമാണ് താളിക്കാവ്. അവിടെ ഒരു കലാപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ എന്തായാലും ഉണ്ടാവും. അത് എനിക്ക് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ആളുകൾക്ക് എൻ്റെ ഒരു വാഗ്ദാനമല്ല, ഞാൻ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഒരു പദ്ധതിയാണ്. തന്റെ ഫ്ളാറ്റിൽ വന്നാൽ ആരും ഈ ചിത്രങ്ങളുടെ പ്രത്യേകത ചോദിച്ചറിയാറില്ലെന്നും OK വിനീഷാണ് അത് സസൂക്ഷ്മം ശ്രദ്ധിച്ചതെന്നും ചന്ദ്രിക ടീച്ചറും പറഞ്ഞു. കുട്ടികൾക്ക് എല്ലാം പ്രോത്സാഹനമാവും. അങ്ങനെ കലാകാരന്മാർ നിറഞ്ഞ ഒരു പ്രദേശമാവും കണ്ണൂർ പട്ടണവും ബാക്കിയുള്ള ചുറ്റുവട്ടവും എല്ലാവരും. വളരെ സന്തോഷമുണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൽ. വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കണ്ണൂരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.